കാടിനുള്ളിൽ വീട് വാങ്ങി അമ്മയും മകനും ആ വീട്ടിലേക്ക് താമസിക്കാനായി എത്തും. അതായത് മൊത്തത്തിൽ മൂകതയുള്ളൊരു കാട്. ആ കാട്ടിലെത്തിയ ശേഷം മകൻ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് മകന്റെ മേലെ എന്തൊക്കെയോ സംശയങ്ങളും ഉണ്ടായിരുന്നു. അവിടെ എത്തിയ ശേഷം അമ്മ കേട്ട കഥകളും കാടിനുള്ളിൽ കണ്ട കാഴ്ചകളുമെല്ലാം പേടിപ്പെടുത്തുന്നതായിരുന്നു. പിന്നീട് എന്തൊക്കെയായിരിക്കും നടന്നിട്ടുണ്ടാകുക? പറഞ്ഞു വന്നത് 2019 ഇറങ്ങിയ ദ ഹോൾ ഇൻ ദ ഗ്രൗണ്ട് എന്ന മൂവിയെക്കുറിച്ചാണ്. അപ്പം നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവി തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ കാണിക്കുന്നത് പടത്തിലെ ഹീറോയിനാണ്. ഹീറോയിനും അവളുടെ മകനും കൂടി ടൗണിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് വണ്ടിയിൽ യാത്ര ചെയ്യുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. മൊത്തത്തിലൊരു മൂകത പിടിച്ച കാടായിരുന്നു അത്. ഇപ്പോൾ ഹീറോയിനും മകനും കൂടി പുതിയൊരു വീട്ടിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിയാണ് ഇവരുടെ മുമ്പിൽ ആരോ വന്ന് നിൽക്കുന്നത്. വണ്ടിയുടെ മിറർ അവരുടെ മേത്ത് തട്ടുകയും ചെയ്യും. വണ്ടിയുടെ മിറർ ഇളകി പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വണ്ടി നിർത്തിയ ശേഷം ഹീറോയിൻ ആ മിറർ എടുക്കാൻ വേണ്ടി പോകും. പെട്ടെന്ന് ഹീറോയിന് മുമ്പിൽ ഏതൊരു വൃദ്ധ വന്ന് നിൽക്കും. കറുത്ത ഉടുപ്പും മുഖം മുഴുവൻ മൂടിയതും കാണാൻ എന്തൊക്കെയോ പോലെ തോന്നിക്കുന്ന ഒരു വൃദ്ധ വന്ന് നിൽക്കുന്നത്. പുള്ളിക്കാരിയെ കണ്ട ഹീറോയിൻ ഒന്ന് പേടിച്ചെങ്കിലും അത് മൈൻഡാക്കാതെ അവിടെ നിന്ന് നടന്നു പോവുകയും ചെയ്യും. പിന്നീട് വണ്ടിയും എടുത്തുകൊണ്ട് ഹീറോയിൻ വീട്ടിലേക്ക് വരും. വീട്ടിലേക്കെത്തിയ ഹീറോയിൻ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അടുക്കി വെക്കും. പിന്നീട് ആ വീടിൻ്റെ പെയിന്റ് ഒന്ന് മാറ്റുകയും ചെയ്യും. ഹീറോയിൻ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് അവളുടെ മകൻ നിലവിളിക്കുന്നത്. ഇത് കേട്ട ഹീറോയിൻ മകൻ്റെ മുറിയിലേക്ക് ഓടിപ്പോകും. നോക്കുമ്പോഴോ ടേബിളിൻ്റെ അടിയിൽ ഒരു എട്ടുകാലി ഉണ്ടായിരുന്നു. മകൻ അത് കണ്ട് പേടിച്ചതായിരുന്നു. ഇത് കണ്ട ഹീറോയിൻ ആ എട്ടുകാലിയെ ഒരു കുപ്പിയിലേക്ക് ആക്കുകയും ചെയ്യും. പിന്നീട് ആ എട്ടുകാലിയെ ഹീറോയിൻ പുറത്തേക്ക് കൊണ്ടുപോയി തുറന്നു വിടാൻ വേണ്ടി തുടങ്ങും. ആ ടൈമിലാണ് മകൻ ചോദിക്കുന്നത്, നമുക്ക് ഈ എട്ടുകാലിയെ കൊന്നുകൂടെ എന്ന്. ഏയ്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്ന് ഹീറോയിനും പറയും. ഇത് കേട്ട മകൻ പറയും, എൻ്റെ ഡാഡി ഉണ്ടായിരുന്നേൽ ഈ എട്ടുകാലിയെ ഇപ്പോൾ കൊല്ലുമായിരുന്നെന്ന്. ഹീറോയിൻ്റെ ഭർത്താവ് മരണപ്പെട്ടതായിരുന്നു. അതോടൊപ്പം തന്നെ രണ്ടുപേരും ഡിവോഴ്സുമായിരുന്നു. കുറേ വർഷമായിട്ട് മകനെ നോക്കുന്നത് ഹീറോയിനുമാണ്. ഞാൻ നിന്റെ ഡാഡിയെപ്പോലെ അല്ല എന്ന് ഹീറോയിൻ പറയും. അവൾ ആ എട്ടുകാലിയെ തുറന്നു വിടുകയും ചെയ്യും. ഇത് കണ്ട മകൻ, എനിക്കിവിടെ ഇഷ്ടമല്ല, എൻ്റെ ഡാഡിയെ എനിക്ക് കാണണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകും. പുറകെ തന്നെ ഹീറോയിനും ഓടും. അവൻ ഓടി ഒരു കാടിനകത്തേക്ക് പോകും. അതൊരു വലിയ കാടായിരുന്നു. പുറകെ തന്നെ ഹീറോയിനും ഓടുന്നുണ്ട്. ഹീറോയിൻ ഓടി ആ കാടിൻ്റെ നടുക്കെത്തും. ആ ടൈമിലാണ് അവിടെ അവളൊരു വലിയ കുഴി കാണുന്നത്. കാടിൻ്റെ നടുക്കെങ്ങനെയാണ് ഇത്രയും വലിയൊരു കുഴി വന്നതെന്ന് ഹീറോയിൻ ഓർക്കും. ആ ടൈമിൽ തന്നെ അവളുടെ മകൻ പുറകിൽ വന്ന് നിൽക്കും. ഇത് കണ്ട ഹീറോയിൻ മകനോട് ക്ഷമ പറഞ്ഞ ശേഷം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. നമ്മുടെ ഹീറോയിൻ ഒരു കടയിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ആ കടയിലെ ഓണറേയും പിന്നെ അടുത്തുള്ള കുറച്ച് നെയ്ബേഴ്സിനെയും ഹീറോയിൻ വീട്ടിലേക്ക് വിളിച്ച് അവർക്കെല്ലാം ഒരു പാർട്ടി കൊടുക്കും. എല്ലാവരുമായി ഒന്ന് കണക്ഷനും കമ്പനിയും ഒക്കെ ആകാൻ വേണ്ടിയാണ് ഹീറോയിൻ ഇങ്ങനെ ഒരു പാർട്ടി നടത്തുന്നത്. പാർട്ടിയുടെ ഇടയിൽ എല്ലാവരും കുറെ കഥകൾ പറയും. ആ ടൈമിലാണ് ഹീറോയിൻ വന്ന വഴി ആ വൃദ്ധയെ കണ്ട കഥ പറയുന്നത്. ഇത് കേട്ട അവരാണെങ്കിൽ ആ വൃദ്ധയുടെ ഫ്ലാഷ് ബാക്ക് പറയാനായും തുടങ്ങും. ആ വൃദ്ധ ഈ നാട്ടിൽ തന്നെ ഉള്ളതായിരുന്നു. പുള്ളിക്കാരിക്ക് ഒരു മകനുമുണ്ട്. അത്യാവശ്യം നല്ല പോലെയാണ് അവരുടെ ലൈഫ് പോയിക്കൊണ്ടിരുന്നത്. ആ ടൈമിലാണ് വൃദ്ധയുടെ മകനെ കാണാതെ പോകുന്നത്. കുറേ ദിവസം കഴിഞ്ഞ് മകനെ കിട്ടുകയും ചെയ്യും. പക്ഷേ കിട്ടിയ മകൻ തൻ്റെ മകനല്ല എന്ന് വൃദ്ധ ഭ്രാന്ത് പിടിച്ച് പറയും. ആ മകനെ കുറെ അടിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യും. വെറുതെ എന്തിനാണ് ആ കുട്ടിയെ ഇങ്ങനെ അടിക്കുന്നതെന്ന് നാട്ടിലുള്ള ആളുകളെല്ലാം ചോദിക്കും. പതിയെ പുള്ളിക്കാരിയുടെ ഭ്രാന്ത് കൂടിയും വരും. വീട്ടിൽ സ്വന്തം മകൻ ഉണ്ടായിരുന്നിട്ടും തൻ്റെ മകനെ അന്വേഷിച്ച് ആ വൃദ്ധ വീണ്ടും പുറത്തുകൂടി നടക്കും. കുറെ കാലം കഴിയുമ്പം വീട്ടിലുള്ള മകനൊരു അപകടത്തിൽപ്പെട്ട് മരണപ്പെടുകയും ചെയ്യും. ആ കുട്ടിയുടെ മരണശേഷവും വീണ്ടും വൃദ്ധ തൻ്റെ മകനെ അന്വേഷിച്ച് ഈ നാട്ടിലൂടെ നടക്കുകയാണ്. അങ്ങനെയാണ് ആ വൃദ്ധയെ നിങ്ങളെന്ന് കണ്ടതെന്നും അവർ ഹീറോയിനോട് പറയും. അങ്ങനെ ഒരിക്കൽ ഹീറോയിൻ രാത്രി ഉറങ്ങിക്കിടക്കുന്ന ടൈമിലാണ് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. ഇത് കേട്ട ഹീറോയിൻ ഞെട്ടി എഴുന്നേൽക്കുകയും ചെയ്യും. എന്തോ ഒരു അമാനുഷിക ശബ്ദമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. അവിടെ നിന്ന് നടന്ന് മുമ്പ് ഹീറോയിൻ പോയ ആ കാട്ടിലേക്ക് പോകും. ആ കാട്ടിലെത്തുമ്പോഴും ഹീറോയിൻ അവിടെ പലതും കാണും. പെട്ടെന്നാണ് ഹീറോയിൻ ഓർക്കുന്നത് അവൾ എന്തിനാണ് ഇപ്പോൾ ഈ കാട്ടിലേക്ക് വന്നത് എന്ന്. ഹീറോയിൻ അവിടെ എന്തിനു വേണ്ടി എത്തിയെന്ന് ഹീറോയിന് പോലും അറിയില്ലായിരുന്നു. പെട്ടെന്ന് പേടിച്ച ഹീറോയിൻ അവിടെ നിന്ന് വീട്ടിലേക്ക് ഓടും. ആ ടൈമിലാണ് വീടിൻ്റെ പുറത്ത് അവളുടെ മകൻ നിൽക്കുന്നത് കാണുന്നത്. അമ്മ ഈ ടൈമിൽ എവിടെ പോയതാണെന്ന് മകൻ ചോദിക്കും. ഞാൻ നിന്നെ അന്വേഷിച്ചു പോയതാണെന്നും ഹീറോയിൻ പറയും. പക്ഷേ ഞാൻ എവിടെയും പോയിട്ടില്ലായിരുന്നു, ഇവിടെ തന്നെ ഉണ്ടായിരുന്നുവെന്ന് മകൻ പറയും. ഇത് കേട്ട ഹീറോയിൻ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയും ചെയ്യും. പിറ്റേ ദിവസം ഹീറോയിൻ ഒരു ഡോക്ടറിനെ വീട്ടിലേക്ക് വിളിക്കും. ടൗണിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് മാറിയപ്പോൾ ഉണ്ടായ മാറ്റങ്ങളായിരിക്കും. അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളുമൊക്കെ ആയിരിക്കും. ഞാനൊരു ടാബ്ലറ്റും തരാമെന്ന് ഡോക്ടർ ഹീറോയിനോട് പറയും. പിറ്റേ ദിവസം ഹീറോയിൻ അവളുടെ മകനെ വിളിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് പോകും. മകനാണെങ്കിലോ എപ്പോഴും തനിയെ ഇരിക്കാനായിരുന്നു ഇഷ്ടം.
പക്ഷേ ഇപ്പോൾ അവന് കുറേ കമ്പനിയുണ്ട്. അതായത് അവനിപ്പോൾ കുറേ കൂട്ടുകാരുണ്ട്. എല്ലാവരുമായി അവൻ നല്ല ഹാപ്പിയുമാണ്. അങ്ങനെ മകനുമായി വീട്ടിലേക്ക് പോകുന്ന ടൈമിലാണ് ഹീറോയിൻ്റെ മുമ്പിൽ വീണ്ടും ആ വൃദ്ധ വന്ന് നിൽക്കുന്നത്. ഹീറോയിൻ്റെ വഴി മുടക്കാൻ വേണ്ടിയാണ് ആ വൃദ്ധ മുമ്പിൽ വന്നത്. ഇത് കണ്ട ഹീറോയിൻ വണ്ടിയിൽ നിന്നിറങ്ങിയ ശേഷം വൃദ്ധയുടെ അടുത്തേക്ക് നടക്കും. മുമ്പിൽ നിന്ന് മാറാൻ വേണ്ടി പറയാൻ ഹീറോയിൻ തുടങ്ങും. ആ ടൈമിലാണ് വൃദ്ധയുടെ അടുത്ത് മറ്റൊരു പ്രായമായ ആളുകൂടി വരുന്നത്. ഈ വൃദ്ധൻ വേറെ ആരുമല്ല, ആ വൃദ്ധയുടെ ഭർത്താവാണ്. പുള്ളിക്കാരൻ ഹീറോയിനോട് പറയും, ഞങ്ങൾ നിങ്ങളുടെ നെയ്ബറാണ്, ഇവളെൻ്റെ വൈഫുമാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ മകൻ മരണപ്പെട്ടതിന് ശേഷം ഇവൾ ഇങ്ങനെയാണ്, ഭ്രാന്ത് പിടിച്ചതുപോലെയാണെന്ന് ആ വൃദ്ധൻ ഹീറോയിനോട് പറയും. ഹീറോയിനും പുള്ളിക്കാരനും സംസാരിക്കുന്ന ടൈമിലാണ് ആ വൃദ്ധ കാറിൻ്റെ അടുത്തേക്ക് പോകുന്നത്. പിന്നീട് ഹീറോയിനും കാറിലേക്ക് പോയി കയറും. ആ ടൈമിൽ വൃദ്ധ ഹീറോയിൻ്റെ മകൻ്റെ അടുത്തായിരുന്നു. കാറിന് വെളിയിൽ നിന്ന് ഇത് ഹീറോയിൻ്റെ മകനല്ല എന്ന് വൃദ്ധ കുറേ പ്രാവശ്യം പറയും. അതും പറഞ്ഞുകൊണ്ട് തല ഗ്ലാസ്സിൽ ഇടിപ്പിക്കുകയും ചെയ്യും. ഈ ടൈമിൽ വൃദ്ധൻ അങ്ങോട്ടേക്ക് വന്ന് പുള്ളിക്കാരിയെ പിടിച്ചു മാറ്റുകയും ഹീറോയിൻ അവിടെ വണ്ടിയും എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. പിന്നീട് പിറ്റേ ദിവസം ഹീറോയിൻ ആ വൃദ്ധയുടെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് അറിയാൻ പുള്ളിക്കാരിയുടെ വീട്ടിലേക്ക് പോകും. ആ ടൈമിൽ ഹീറോയിൻ കണ്ട കാഴ്ച പേടിപ്പെടുത്തുന്നതായിരുന്നു. ആ വൃദ്ധ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിയുടെ തല മാത്രം മണ്ണിനടിയിലും ബോഡി മുഴുവൻ പുറത്തുമായിരുന്നു. വൃദ്ധയുടെ കൈ കെട്ടിവെച്ചതുപോലെയും ഉണ്ടായിരുന്നു. ഇത് കണ്ട ഹീറോയിൻ നല്ലപോലെ പേടിക്കുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്യും. പിന്നീട് വൃദ്ധയുടെ അടക്കിനും കർമ്മത്തിനുമെല്ലാം ഹീറോയിൻ പങ്കെടുക്കുകയും ചെയ്യും. ഇത് കണ്ട വൃദ്ധനും നല്ല ഹാപ്പി ആയിരുന്നു. കാരണം ഹീറോയിൻ ഇവിടെ വന്നിട്ട് 2 ദിവസമേ ആയിട്ടുള്ളായിരുന്നു. എന്നിട്ടും ഹീറോയിൻ അടക്കിന് വന്നല്ലോ എന്നുള്ള സന്തോഷമായിരുന്നു ആ വൃദ്ധന്. ആ ടൈമിലാണ് വൃദ്ധൻ പണ്ട് നടന്ന കഥ പറയുന്നത്. അതായത് വൃദ്ധന്റെ മകൻ മരണപ്പെട്ടതിന് കാരണം വൃദ്ധൻ തന്നെയായിരുന്നു. ഒരിക്കൽ പുള്ളി വണ്ടി പുറകിലേക്ക് എടുക്കുന്ന ടൈമിൽ മകൻ പുറകിലുണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കാതെ വൃദ്ധൻ വണ്ടി പുറകിലേക്ക് എടുത്തപ്പോഴാണ് മകൻ മരണപ്പെട്ടത്. ഇത് കേട്ട ഹീറോയിനും ഒന്ന് വിഷമത്തിലാകും. അങ്ങനെ പിറ്റേ ദിവസം ഹീറോയിൻ ജോഗിങ്ങിന് പോകും. അതായത് ആ കാട്ടിലൂടെ പോകും. ആ ടൈമിലാണ് തൻ്റെ മകൻ ഇഷ്ടപ്പെട്ട പാവ അവിടെ കിടക്കുന്നത് ഹീറോയിൻ കാണുന്നത്. ഈ പാവ എങ്ങനെ ഈ കുഴിയുടെ അടുത്ത് വന്നുവെന്ന് ഹീറോയിൻ ഓർക്കും. പിന്നീട് ഹീറോയിൻ ആ കുഴിയുടെ അവിടെ പോയി നോക്കുകയും ചെയ്യും. പക്ഷെ അവിടെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അവിടുന്ന് ഹീറോയിൻ വീട്ടിലേക്ക് വരുമ്പം തൻ്റെ മകൻ ഇഷ്ടമല്ലാത്ത ഫുഡ് അവൻ വേഗത്തിൽ കഴിക്കുന്നതായി ഹീറോയിൻ കാണും. ആ ടൈമിൽ ഹീറോയിൻ ആ പാവ കാണിച്ച ശേഷം ചോദിക്കും, ഈ പാവ എങ്ങനെ കാട്ടിൽ വന്നുവെന്ന്. ഇത് കേട്ട മകന് നല്ല ദേഷ്യം വരും. നിന്നോട് ആ കാട്ടിൽ പോകല്ലെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ഹീറോയിൻ ചോദിക്കും. ഇത് കേട്ട് ദേഷ്യം വന്ന മകൻ അവൻ കഴിച്ചുകൊണ്ടിരുന്ന ടേബിൾ ഹീറോയിൻ്റെ മേത്തേക്ക് തള്ളിവിടും. ഹീറോയിന് നല്ല വേദന ഉണ്ടായിരുന്നു. പക്ഷെ ആ ടൈമിൽ ഹീറോയിൻ ഓർത്തത് ഇവൻ എവിടെ നിന്ന് ഇത്രയും ശക്തി കിട്ടിയെന്നാണ്. അന്ന് രാത്രി ഹീറോയിൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾക്കെന്തോ ഡൗട്ട് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ അവിടെ നിന്നിറങ്ങി മകൻ്റെ റൂമിലേക്ക് വരും. ഡോറിനിടയിലൂടെ ഹീറോയിൻ അകത്തേക്ക് നോക്കുമ്പോഴോ മകൻ ഏറ്റവും പേടിയുള്ള 8കാലിയുമായി മകൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ട ഹീറോയിൻ ശരിക്കും ഷോക്കായി പോകും. ഇവൻ എന്താണ് പറ്റിയതെന്ന് ഹീറോയിൻ ഓർക്കും. പിറ്റേ ദിവസം ഡോക്ടർ വീട്ടിലേക്ക് വന്ന് മകനെ ചെക്ക് ചെയ്യും. പക്ഷെ അവൻ നോർമലാണെന്ന് ഡോക്ടർ പറയും. പിന്നീട് ഹീറോയിൻ മകനെ വാച്ച് ചെയ്യാൻ വേണ്ടി അവൻ്റെ റൂമിൽ ഒരു ക്യാമറ വെക്കുകയും ചെയ്യും. ഹീറോയിൻ ഒരിക്കൽ മകൻ്റെ സ്കൂളിലേക്ക് ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടി പോകും. കുട്ടികളെല്ലാവരും പാട്ടും ഡാൻസും ഒക്കെ നടത്തുകയായിരുന്നു. ഹീറോയിൻ്റെ മകൻ പാട്ട് പാടുന്ന ടൈമിലാണ് അവനെ എന്തോ പ്രത്യേക രൂപത്തിൽ ഹീറോയിൻ കാണുന്നത്. മകൻ്റെ മുഖത്ത് എന്തൊക്കെയോ പ്രത്യേക എക്സ്പ്രഷൻ വരുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ഹീറോയിൻ അവിടെ നിന്ന് പേടിച്ചിറങ്ങി ഓടും. അവളവിടെ നിന്ന് സ്കൂളിൻ്റെ പുറത്തേക്ക് ഓടാൻ നോക്കും. ആ ടൈമിലാണ് ഹീറോയിൻ്റെ ഷോപ്പിൻ്റെ ഓണർ അവിടേക്ക് വരുന്നത്. നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്, എന്ത് പറ്റിയെന്നൊക്കെ ഓണർ ചോദിക്കും. ആ ടൈമിൽ ആ സ്കൂളിലെ ഒരു ടീച്ചറും ഹീറോയിൻ്റെ മകനും അവിടേക്ക് എത്തും. ഇത് കണ്ട ഹീറോയിൻ ഇതെൻ്റെ മകനല്ല എന്ന് പറഞ്ഞ ശേഷം അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യും. വീട്ടിലേക്ക് വന്ന ഹീറോയിൻ ആ ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ എടുത്ത് നോക്കും. ഇത് കണ്ട ഹീറോയിൻ ശരിക്കും ഷോക്കായി പോകും. ഹീറോയിൻ അവിടുന്ന് വൃദ്ധൻ്റെ അടുത്തേക്ക് പോകും. ആ ടൈമിലാണ് വൃദ്ധൻ്റെ വീട്ടിൽ കുറേ കണ്ണാടികൾ വെച്ചിരിക്കുന്നതായിട്ട് ഹീറോയിൻ കാണുന്നത്. എന്തിനാണ് ഇങ്ങനെ വെക്കുന്നതെന്ന് ഹീറോയിൻ ചോദിക്കും. ഇത് കേട്ട വൃദ്ധൻ തൻ്റെ വൈഫ് വെച്ചതാണെന്നും അവരുടെ മകൻ്റെ യഥാർത്ഥ രൂപം കാണാൻ വേണ്ടി വെച്ചതാണെന്നും പറയും. ആ ടൈമിൽ ഹീറോയിൻ ആ ക്യാമറ എടുത്ത് വൃദ്ധന് കൊടുക്കും. ക്യാമറയിലെ വീഡിയോ കാണുമ്പോഴോ വൃദ്ധൻ ശരിക്കും പേടിക്കും. പുള്ളി ഒന്നും മിണ്ടാതെ നിൽക്കും. ഇത് കണ്ട ഹീറോയിൻ ചോദിക്കും, ഇങ്ങനെയാണോ നിങ്ങളുടെ മകനും പറ്റിയത്? ഇതെൻ്റെ മകനല്ല എന്ന് ഹീറോയിൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കേട്ട് ദേഷ്യം വന്ന വൃദ്ധൻ ആ ക്യാമറ എടുത്ത് എറിയുകയും ചെയ്യും. ഇപ്പോൾ ഹീറോയിനും അന്ന് ആ വൃദ്ധ പറഞ്ഞതുപോലെ ഇതെൻ്റെ മകനല്ല എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഹീറോയിൻ വീട്ടിലേക്ക് വരികയും ഡോക്ടർ തന്ന ടാബ്ലറ്റ് എല്ലാം വേസ്റ്റ് ബക്കറ്റിലേക്ക് കളയുകയും ചെയ്യും. ആ ടൈമിൽ തന്നെ ഹീറോയിൻ്റെ മകൻ അവിടേക്ക് വരും. ഇത് കണ്ട ഹീറോയിൻ മകൻ്റെ മുഖത്ത് നോക്കി നീ എൻ്റെ മകനല്ല എന്ന് പറയുകയും ചെയ്യും.
ഇത് കേട്ട് ദേഷ്യം വന്ന മകൻ ഹീറോയിൻ്റെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് വലിച്ചെറിയും. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ബോധം പോയി തല മണ്ണിനടിയിൽപ്പെട്ട ഹീറോയിനെയാണ്. തല മണ്ണിനടിയിലും ബോഡി പുറത്തും, അതായത് പണ്ട് വൃദ്ധ കിടന്നതുപോലെ. മകനാണെങ്കിലോ അവിടെ വീണ്ടും കുഴി തോണ്ടി ഹീറോയിൻ്റെ തല മണ്ണിനടിയിലേക്കാക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് മകൻ്റെ ബോധം പോകുന്നത്. പക്ഷെ ഹീറോയിൻ ആ ടൈമിൽ ബോധം വരികയും ചെയ്യും. പിന്നീട് ഹീറോയിൻ മകനെ എടുത്തുകൊണ്ട് വീടിനകത്തേക്ക് വരും. അകത്തുള്ളൊരു മുറിയിൽ മകനെ പൂട്ടിയിടുകയും അവിടെ കുറെ കണ്ണാടി വെക്കുകയും ചെയ്യും. ആ ടൈമിൽ കണ്ണാടിയിൽ പിശാച് പോലെ, അതായത് ഏലിയൻ പോലെ മകൻ്റെ രൂപം കാണപ്പെടുകയും ചെയ്യും. മകൻ ഹീറോയിനെ കുറെ ആക്രമിക്കുകയും ചെയ്യും. പക്ഷെ എങ്ങനെയൊക്കെയോ ഹീറോയിൻ ആ റൂമിൻ്റെ ഡോറ് ലോക്ക് ചെയ്ത ശേഷം പുറത്തേക്ക് ടോർച്ചും എടുത്തുകൊണ്ട് ഇറങ്ങുകയും ചെയ്യും. ഹീറോയിൻ അവിടെ നിന്ന് നടന്ന് വീണ്ടും ആ കാട്ടിലേക്ക് പോകും. കാട്ടിലെ കുഴിയുടെ അവിടേക്ക് പോകും. അവിടെ ചെന്ന ഹീറോയിൻ ആ കുഴിയുടെ അകത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. ആ ടൈമിൽ ആ കുഴി അടുത്തേക്ക് വന്ന് ഹീറോയിനെ പുതപ്പ് പോലെ അകത്തേക്ക് വലിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. പക്ഷെ അപ്പോഴൊന്നും ഹീറോയിന് പേടിയുമില്ലായിരുന്നു. ഹീറോയിൻ അകത്തേക്ക് എത്തുമ്പോഴോ മുകളിലുള്ള മരങ്ങളുടെ റൂട്ടെല്ലാം താഴെ ഉണ്ടായിരുന്നു. അതായത് അകത്തെന്തോ ഗുഹ പോലെയായിരുന്നു. ഹീറോയിൻ ആ ഗുഹയിലൂടെ കുറേ നടക്കും. നടന്ന ശേഷം അവിടെ മറ്റൊരു കുഴി കാണും. ഹീറോയിൻ ആ കുഴിയുടെ അകത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. ആ ടൈമിൽ അവിടെ കുറേ അസ്ഥികൂടങ്ങളുണ്ടായിരുന്നു. അവിടെ നിന്ന് വീണ്ടും നടന്ന ഹീറോയിൻ കാണുന്ന കാഴ്ചയോ ഹീറോയിൻ്റെ മകൻ അവിടെ കിടക്കുന്നതായിരുന്നു. അപ്പോൾ തന്നെ ഹീറോയിൻ മകൻ്റെ അടുത്തേക്ക് പോയി മേത്തുള്ള മണ്ണും പൊടിയും എല്ലാം തട്ടിക്കളഞ്ഞ ശേഷം മകനെ ഉമ്മ വെക്കുകയും ചെയ്യും. അവിടുന്ന് ഹീറോയിൻ മകനെയും എടുത്തുകൊണ്ട് രക്ഷപ്പെടാനായി തുടങ്ങും. ആ ടൈമിലെല്ലാം അവിടെ മുഴുവൻ പിശാചും ഏലിയനും പോലെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഓടുന്ന ടൈമിൽ ഹീറോയിൻ്റെ കയ്യിൽ അവിടെയുള്ളൊരു ഏലിയൻ വന്ന് പിടിക്കാനായി നോക്കും. ഹീറോയിൻ ടോർച്ചെടുത്ത് ഏലിയനെ അടിക്കുകയും ചെയ്യും. ആ ടൈമിലാണ് നമ്മളെ കാണിക്കുന്നത് ആ ഏലിയൻ്റെ മുഖം ഹീറോയിൻ്റെ മുഖമായി മാറുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ കുഴി അങ്ങനെയാണ്. ഇവിടെ ആര് വീണാലും അവരുടെ മുഖം ആ ജീവി എടുക്കും. ഇത് ശരിക്കും എന്തെങ്കിലും ജീവിയാണോ പിശാചാണോ അഥവാ ഏലിയനാണോ എന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെ പിന്നീട് ഹീറോയിൻ ആ കുഴിയിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെടും. പുറത്തേക്ക് കാട്ടിലേക്കെത്തും. ആ ടൈമിലാണ് മകന് പെട്ടെന്ന് ബോധം വീഴുന്നത്. മകന് ജീവനുണ്ടെന്നറിയുമ്പോഴാണ് ഹീറോയിന് ശരിക്കും ആശ്വാസമാകുന്നത്. പിന്നീട് ഹീറോയിൻ വീണ്ടും ആ വീട്ടിലേക്ക് പോകും. അകത്ത് കയറുമ്പോഴാണ് ആ ഏലിയൻ ആ റൂമിലുണ്ടെന്നുള്ള കാര്യം ഹീറോയിൻ വീണ്ടും ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങിയ ഹീറോയിൻ ആ വീടിന് മുഴുവൻ തീയിടും. പിന്നീട് ഹീറോയിൻ മകനെയും കൂട്ടിക്കൊണ്ട് ആ കാട്ടിൽ നിന്ന് വീണ്ടും ടൗണിലേക്ക് പോകും. അവിടെ മകന് പുതിയ സ്കൂളിൽ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കുകയും അവർ അവിടെ പുതിയൊരു വീട് വാങ്ങുകയും ചെയ്യും. ആ വീട്ടിലേക്കും ഹീറോയിൻ ഒരു ക്യാമറ വാങ്ങുകയും മകനെ വാച്ച് ചെയ്യുകയും മകൻ്റെ ഫോട്ടോ എടുത്ത് എന്നും നോക്കുകയും ചെയ്യും. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ആ വീട് മുഴുവൻ മിറർ വെച്ചിരിക്കുന്നതാണ്. അതായത് ഹീറോയിൻ ഇപ്പോഴും മകനെ ശ്രദ്ധിക്കുകയാണ്, അവൻ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നറിയാൻ. അങ്ങനെ ഇതോടെ ഈ മൂവിയും തീരും.